ഓറിലേക്ക് സ്വാഗതം. നേമത്തും മഞ്ചേശ്വരത്തും LDF-ഉമായി നീക്കുപോക്കിന് തയ്യാറെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. BJP-ക്കെതിരെ വലിയ വായിൽ പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ധൈര്യമുണ്ടോ എന്നും മുല്ലപ്പള്ളി ചോദിച്ചു. കേരളത്തിൽ BJP-ക്കെതിരെ ഇടതു വലത് ധാരണയുണ്ടെന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നീക്കുപോക്കിന് തയ്യാറായിട്ടുള്ള മുല്ലപ്പള്ളിയുടെ പ്രസ്താവന. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഒരു ദിനം മാത്രം ശേഷിക്കുകയാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് മുല്ലപ്പള്ളി BJP ശക്തി കേന്ദ്രങ്ങളിൽ LDF-ഉമായി നീക്കുപോക്കിന് തയ്യാറാണെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. RSSനെതിരെ കോൺഗ്രസ് എന്തു ചെയ്തു എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. BJPക്ക് സ്വാധീനമുള്ളയിടത്ത് ദുർബലനായ സ്ഥാനാർത്ഥിയെയാണ് CPM നിർത്തിയത്. മഞ്ചേശ്വരം ഇതിനുദാഹരണമാണെന്നും അവിടെ സുരേന്ദ്രനെ ജയിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു. നേമത്തും മഞ്ചേശ്വരത്തും ഇടതുമുന്നണിയുമായി നീക്കുപോക്കിന് ഞങ്ങൾ തയ്യാറാണ്. BJPക്കും RSSനുമെതിരെ വലിയ വായിൽ പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിയും CPIM-നും ഇതിന് ധൈര്യമുണ്ടോ എന്നും മുല്ലപ്പള്ളി ചോദിച്ചു. RSSനെയും BJPയും പരാജയപ്പെടുത്താൻ ഞങ്ങൾ നിങ്ങളുമായിട്ട് നീക്കുപോക്കിന് തയ്യാറാണ്. മഞ്ചേശ്വരം തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ നേമത്ത് തയ്യാറുണ്ടോ? പറയൂ. ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഉജ്ജ്വല പോരാളിയാണ് രാഹുൽ ഗാന്ധി. നേമത്ത് ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി BJPക്ക് സഹായം ഒരുക്കുന്നു എന്നതാണ് LDF കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. എന്നാൽ ഇത്തവണ മുരളീധരനെ നിർത്തിയതോടെ LDFന് എന്താണ് പറയാനുള്ളത്? അതേസമയം മഞ്ചേശ്വരത്ത് LDF ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി സുരേന്ദ്രന്റെ നിയമസഭയിലേക്കുള്ള വഴിയൊരുക്കുകയാണെന്നും ഇതിൽ നിന്ന് ആരാണ് RSSനെതിരായ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് ജനം കാണുന്നുണ്ടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി അറിയുമോ? ഒരു ശക്തനെയും കരുത്തനെയും നിർത്തിക്കൊണ്ട് ആ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ പരാജയപ്പെടുത്തതല്ലേ? അതിദുർബലനായ സ്ഥാനാർത്ഥി നിങ്ങൾ നിർത്തി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർമാൻ ശ്രീമാൻ രമേശൻ പാർട്ടിക്കുള്ളിൽ കലാപമാണ്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ കലാപക്കൊടി ഉയരുകയാണ്. ജയരാജന്റെ പ്രസ്താവന ഇതാണ് തെളിയിക്കുന്നതെന്നും മുല്ലപ്പള്ളി ചൂണ്ടിക്കാട്ടി. പാർട്ടിയിൽ ക്യാപ്റ്റനില്ല, പാർട്ടിയിൽ കോമ്രേഡ്സ് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ തന്നെ പാർട്ടിയിൽ ഇന്ന് വളർന്നു വരുന്ന വിഭാഗീയതയുടെ ഒരു പ്രതിഫലനമായിട്ട് ഞങ്ങൾ നോക്കിക്കാണുകയാണ്. വല്ലാത്ത അമർഷം, വല്ലാത്ത പ്രതിഷേധം പാർട്ടിയിൽ എല്ലാ തലത്തിലും ഇന്ന് കാണാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ജേക്കബ് ജോർജ്, അഡ്വക്കേറ്റ് നിവേദിത, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. പ്രകാശ് മാസ്റ്റർ അല്പസമയത്തിനകം ചേരും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും. ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, പ്രചാരണ ബോംബില്ല എന്ന് വ്യക്തമായി. നിശബ്ദ ബോംബുണ്ടോ എന്നറിയാൻ ഇനി 24 മണിക്കൂർ മാത്രം കാത്തുനിന്നാൽ മതി. പക്ഷേ ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ? നേമത്തും മഞ്ചേശ്വരത്തും ഒരു നീക്കുപോക്കിന് തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പരസ്യമായി. എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി? അത് ഒരു വലിയ പൊട്ടിത്തെറി തന്നെയാണ്, ഒരു ബോംബ് തന്നെയാണ്. ശരിക്കും രാഷ്ട്രീയമായിട്ടൊരു ബോംബ് തന്നെയാണ്. അങ്ങനെ KPCC പ്രസിഡന്റ് തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ ഭാവി, ഒരു പുതിയ രാഷ്ട്രീയ ഭാവി തുറന്നിടുകയും കൂടിയാണ്. CPM-ന്റെ പ്രതികരണം കൂടി കേട്ട ശേഷമേ അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിയമം മുല്ലപ്പള്ളി പറഞ്ഞത് ശരിയാണ്, അക്ഷരം പ്രതി ശരിയാണ്. K. മുരളീധരൻ കോൺഗ്രസിന്റെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. K. മുരളീധരൻ നേമത്ത് വന്നത് വഴി നേമത്തിന്റെ രാഷ്ട്രീയ ദിശ ആകെ മാറിയിരിക്കുകയാണ്. K. മുരളീധരൻ ജയിക്കുന്ന ആ ഭാഗം വരെ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും 2-ാം തീയതി വരെ കാത്തിരിക്കണം, അത് കാര്യം പറയാം. എങ്കിൽ പോലും കോൺഗ്രസും K. മുരളീധരനും വളരെ ധീരമായൊരു നടപടിയാണ് സ്വീകരിച്ചത്. ഈ മുല്ലപ്പള്ളിയുടെ ഈ ഓഫർ ജേക്കബ് ജോർജ്, മുരളീധരന് നേമത്തെ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നാണോ താങ്കൾ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് പറയുന്നത്? അതെ, ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അത് ശക്തമായ നികേഷെ ഈ ലക്ഷണമൊത്ത ഒരു ത്രികോണ മത്സരമാണ്. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. ലക്ഷണമൊത്ത എന്ന് പറയുമ്പോൾ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരു ത്രികോണ മത്സരത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ശിവൻകുട്ടി, രാഹുൽ ഗാന്ധിയുടെ അവസാനത്തെ റോഡ് ഷോ അദ്ദേഹം വൈകാരികമായ പ്രസംഗമാണ് നടത്തിയത്. കേരളത്തെക്കുറിച്ച്, നിയമത്തെക്കുറിച്ചല്ല, കേരളത്തെക്കുറിച്ച് ആകെ തന്നെയും. കുറെ കാലമായി രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും കേരളത്തോടുള്ള പ്രണയം വഴിഞ്ഞൊഴുകുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് കേരളത്തെക്കുറിച്ച് സംസാരിച്ചത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയ വിവാദമായി. പക്ഷേ രാഹുൽ ഗാന്ധി ഒട്ടും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തെക്കുറിച്ച് വീണ്ടും അദ്ദേഹം മതിമറന്ന് പറയുകയാണ്. കേരളത്തിലെ നഴ്സുമാരെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമാക്കി അവസാനം അതിനെ എങ്ങനെയൊക്കെയോ കോൺഗ്രസിൽ എത്തിച്ചു കളഞ്ഞു. അപ്പോൾ കേരളത്തോട് അമിത പ്രണയത്തിലാണ് രാഹുൽ ഗാന്ധി. അതൊക്കെ ഏത് തരത്തിലാണ് നേമത്ത് മുരളീധരന് ഗുണം ചെയ്യുക, ശ്രീ ജേക്കബ് ജോർജ്? അല്ല, മുരളീധരന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അതിനേക്കാൾ ഉപരി അവിടുത്തെ വോട്ടർ ഈക്വേഷൻ തന്നെയാണ് പ്രധാനം. മുരളീധരന്റെ മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നത് കോൺഗ്രസിന് വോട്ട് കുറയുമ്പോൾ
സ്വാഭാവികമായിട്ടും അതിന്റെ അർത്ഥം ആ വോട്ട് BJPക്ക് പോകുന്നു. അങ്ങനെയാണ് ഒ രാജഗോപാൽ വിജയിച്ചത്. അപ്പൊ ഇത് കോൺഗ്രസിന് ഇവിടെ ഇത്തവണ കെ മുരളീധരന് കൂടുതൽ വോട്ട് കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് 3 പേർക്കും മോറലെസ് ഈക്വൽ നിലവാരത്തിൽ വോട്ട് കിട്ടുമ്പോൾ ആരാണ് ലാസ്റ്റ് ലാപ്പിൽ അവസാനത്തെ ലാപ്പിൽ മുന്നിലെത്തുക? അത് തന്നെയാണ് ചോദ്യം. ശിവൻകുട്ടിക്കാണ് സാധ്യത ഉള്ളത്, പക്ഷേ കെ മുരളീധരന് സാധ്യത ഇല്ല എന്നും പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ വാദം. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ്, ഞാൻ ഒരിക്കൽ താങ്കളോട് സംസാരിച്ചിട്ടുള്ളതാണ് നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ വെച്ച്, എങ്ങനെയാണ് കെ മുരളീധരൻ്റെ ഒരു സ്കോപ്പായി അത് മാറുന്നത്? നമ്മൾ ആദ്യം CPM-ന്റെ ഭാഷ്യം കേട്ടിരുന്നത് നല്ലൊരു കോൺഗ്രസ്സുകാരൻ കൈപ്പത്തി ചിഹ്നത്തിൽ വന്ന് മത്സരിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്ന വോട്ടുകൾ കുറേയൊക്കെ കോൺഗ്രസ് ചിഹ്നത്തിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും LDF-ന് ജയിക്കാമെന്നുള്ളതാണ്. പക്ഷേ മറുഭാഗത്ത് വേറെ ഒരു വാദം ഉണ്ടായിരുന്നു. നിഷ്പക്ഷ മതേതര വോട്ടുകൾ കുറേയൊക്കെ മുരളീധരന് കൂടി പോവുകയാണ് എങ്കിൽ നേരത്തെ ശ്രീ ശിവൻകുട്ടിക്ക് കിട്ടിയ വോട്ടുകൾ അത്രയും കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് അത് ശിവൻകുട്ടിക്ക് പ്രതികൂലമായി ബാധിക്കാൻ, ഇങ്ങനെ പല നെറേറ്റീവ്സ് ഉണ്ട്. അവിടെ എവിടെയും മുരളീധരൻ്റെ വിജയം സാധ്യമാകുന്ന വിധത്തിലുള്ളൊരു നെറേറ്റീവ് കേട്ടിട്ടില്ല ശ്രീ ജേക്കബ് ജോർജ്. ഞാൻ പറയട്ടെ, ഇവിടെ നിഷ്പക്ഷ വോട്ടുകൾ നേമത്ത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളതുപോലെ അവിടെ നിഷ്പക്ഷ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ വളരെ കാര്യമായിട്ട് കഴിഞ്ഞ തവണ ഒ രാജഗോപാലിന് പോയിരുന്നു. നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മൈനോറിറ്റി വോട്ടും ഉൾപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നികേഷ്. മൈനോറിറ്റി വോട്ടും അതിനകത്തുണ്ട്. രാജഗോപാലിന്റെ കാര്യം മാത്രമല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത് ശ്രീ ജേക്കബ് ജോർജ്. 2019 ഇതേ വോട്ടുകൾ തന്നെ ഏതാണ്ട് നമ്മുടെ കുമ്മനം രാജശേഖരനും കിട്ടിയിട്ടുണ്ട്. അന്ന് അതിശക്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നപ്പോൾ ഏതാണ്ട് 12,000-ന്റെ ലീഡ് നിയമസഭാ മണ്ഡലത്തിൽ കുമ്മനത്തിന് കിട്ടിയിട്ടുണ്ട്. ദുർബലമായ 3-ാം സ്ഥാനത്തേക്ക് പോയി C. ദിവാകരൻ എന്ന CPI സ്ഥാനാർത്ഥി. അതെ അതെ, ഓരോ ഇലക്ഷനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട്, അതിൻ്റെതായ തരത്തിൽ വോട്ടുകൾ അങ്ങനെ ചെതറി പോകും. പാർലമെന്ററി ഇലക്ഷൻ അല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇവിടെ കാണുന്നത് വളരെ യുണീക്ക്. കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും വിഭിന്നമായ ഒന്ന് തന്നെയാണ് നേമത്ത് നടക്കുന്നത്. എൻറ്റയർലി യൂണീക്ക് ആണ് ഇവിടുത്തെ പ്രത്യേകത. തീർച്ചയായിട്ടും വളരെ വളരെ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. നിയമസഭാ സീറ്റില് വലിയ ത്രികോണ മത്സരം നടക്കുന്നു. വേണമെങ്കിൽ ദുർബലമായ 3-ാം സ്ഥാനത്ത് പോയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ്. അത് ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശ്രീ ജേക്കബ് ജോർജ് താങ്കളോട് ചോദിക്കും, 3-ാം സ്ഥാനത്താ മറ്റും മുരളീധരൻ പോയാൽ? മുരളി 3-ാം സ്ഥാനത്ത് പോവുകയില്ല. അല്ല, ആരെങ്കിലും ഈ 3 പോലെ ഒരാൾ 3-ാം സ്ഥാനത്ത് പോണമല്ലോ. ഈ 3 ശക്തികളായ 3 പേർക്ക് 3-ാം സ്ഥാനത്ത്, ഈ 3 പേർക്കും 3-ാം സ്ഥാനത്ത് പോകാനുള്ള സാധ്യത ഇന്ന് കേരള രാഷ്ട്രീയത്തിലുണ്ട് വ്യത്യസ്ത കാരണങ്ങളാൽ. അഡ്വക്കേറ്റ് നിവേദിത, നോക്കൂ, ഇന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് ഞങ്ങളുമായി നീക്കുപോക്കിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ്. നേമത്ത്, മഞ്ചേശ്വരത്ത് ഈ 2 സീറ്റുകളിലാണെന്ന് തോന്നുന്നു KPCC അധ്യക്ഷൻ BJPയുടെ ഒരു വിജയപ്രതീക്ഷ കാണുന്നത്. ഈ 2 സീറ്റുകളിൽ CPM-നെ സഖ്യത്തിന് ക്ഷണിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അല്ല, അതിലെന്താണ് ഒരു അത്ഭുതമുള്ളത്? ഇത് പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്നു എന്ന് മാത്രം. BJPക്ക് സ്വാധീനമുള്ള സ്ഥലത്ത്, BJPയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സ്ഥലത്തെല്ലാം ഞാൻ അഡ്വക്കേറ്റ് നിവേദിതയിലേക്ക് മടങ്ങിയെത്താം. ദയവായി തുടരുക. ഞാനിതൊരു സ്ഥാനാർത്ഥി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ പണി ഉണ്ടാവില്ല. VV രമേശൻ, മഞ്ചേശ്വരം സ്ഥാനാർത്ഥി, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VV രമേശൻ, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മഞ്ചേശ്വരത്തെ കാണിച്ചു ചോദിക്കുകയാണ്, CPM ഞങ്ങളോട് നീക്കുപോക്കിന് തയ്യാറുണ്ടോ മഞ്ചേശ്വരത്ത് എന്ന്. അങ്ങനെ ഒരു നീക്കുപോക്കിനുള്ള സാധ്യതയുണ്ടോ ശ്രീ VV രമേശൻ? മഞ്ചേശ്വരത്ത് ഇക്കുറി LDF വിജയിക്കും. കാരണം മഞ്ചേശ്വരം വികസനത്തിൽ ഏറ്റവും എത്തുന്ന ഒരു മണ്ഡലമാണ്. വികസനം വരണമെങ്കിൽ LDF വരണം എന്നതാണ് ഇപ്പൊ പൊതുവായ ചർച്ച. ഇവിടെ BJP വന്നിട്ട് കാര്യമില്ല. 2 കിലോ വെള്ളം കൊണ്ടുപോയിട്ട് കടലിൽ കളിച്ചിട്ട് കാര്യമില്ലല്ലോ. BJP വരില്ല. BJPക്ക് മുസ്ലിം ലീഗും വരില്ല, BJPയും വരില്ല. ഇക്കുറി LDF വരും. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ലേ? മഞ്ചേശ്വരം നിയമസഭാ സീറ്റിൽ തന്നെ മുസ്ലിം ലീഗിനാണ് മുൻതൂക്കമെങ്കിൽ CPM മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയില്ലേ ശ്രീ രമേശൻ?
ഇല്ല, അങ്ങനത്തെ ഒരു ധാരണയുമില്ല. ഇക്കുറി മഞ്ചേശ്വരം LDF 2006, 2000 ശക്തമായി ഈ LDF ഇക്കുറി മണ്ഡലം നേടും. അതാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ല, മുമ്പ് കുഞ്ഞമ്പു നേടിയ മണ്ഡലമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം സാധ്യത എപ്പോഴും തേടാറുണ്ട്. പക്ഷേ BJP-യെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ രമേശൻ 2 നിയമസഭാ മണ്ഡലങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് നേമം, 2 മഞ്ചേശ്വരം. ഈ രണ്ടിടത്തും BJP-യുടെ വിജയ സാധ്യത കണ്ടിട്ടാണോ KPCC പ്രസിഡന്റ് അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം KPCC പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നു. BJP-ക്ക് മഞ്ചേശ്വരത്ത് ഒറ്റ പഞ്ചായത്ത് പോലുള്ള. കഴിഞ്ഞ പ്രാവശ്യം അവര് 2 പഞ്ചായത്ത് ഉണ്ടായിരുന്നു 89 വോട്ടിന് തോക്കുമ്പോ. ഇപ്പോൾ CPM-ന് 49,000 വോട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അല്ല, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ നമ്മള് ശ്രീ രമേശൻ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ LDF-ന് അവിടെ മുൻതൂക്കം ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ LDF പൂർണ്ണമായും വോട്ട് പിടിക്കാറുണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കാറ് എന്താണ്? ഈ ഹിന്ദു മുസ്ലിം വോട്ടുകളായി ഇത് ധ്രുവീകരിക്കും. BJP-യും മുസ്ലിം ലീഗുമായിട്ട് അവിടെ ധ്രുവീകരിക്കും. അങ്ങനെയല്ലേ സാധാരണഗതിയിലെ ദുർബലമായ മൂന്നാം സ്ഥാനത്തേക്ക് CPM പോകാറുള്ളത്. അങ്ങനെ ദുർബലമായ 3-ാം സ്ഥാനത്തേക്ക് പോകുമ്പോഴാണ് സാധാരണഗതിയിൽ നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിട്ട് BJP-യെ തോൽപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. അങ്ങനെ ഒരു നിർദ്ദേശം പാർട്ടിക്കകത്തുനിന്നില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇക്കുറി LDF തന്നെ നേടും. UDF വന്നാൽ വികസനം വരില്ല. BJP-യെ വളരാൻ അനുവദിക്കില്ല. അതുകൊണ്ട് BJP വളരാതിരിക്കാൻ LDF വരണം, വികസനം വരാൻ LDF വരണം. ഇതാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. പല തരത്തിലുള്ള തന്ത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആവിഷ്കരിച്ചു. സാധാരണഗതിയിൽ ഈ പണം കൊടുത്ത് വോട്ട് വാങ്ങലൊക്കെ മഞ്ചേശ്വരം മേഖലകളിൽ സ്ഥിരമായി കേട്ടിട്ടുണ്ട്. ഇത്തവണ പണം കൊടുത്ത് വോട്ട് വാങ്ങലിന് അപ്പുറത്തേക്ക് പണം കൊടുത്ത് വോട്ട് മരവിപ്പിക്കൽ പോലും നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു ശ്രീ രമേശൻ. എത്ര കണ്ട് മറ്റ് പാർട്ടികളുടെ BJP-യുടെയും മുസ്ലിം ലീഗിന്റെയും സ്ട്രാറ്റജിയെ പ്രതിരോധിക്കാൻ CPIM-ന് കഴിയുന്നുണ്ട് ശ്രീ രമേശൻ? തീർച്ചയായും ഇക്കുറി BJP-യും മുസ്ലിം ലീഗേയും അധികാരത്തിൽ നിന്ന് പുറന്തള്ളും. എന്നിട്ട് LDF ഇക്കുറി വരും എന്ന് തന്നെയാണ് മഞ്ചേശ്വരത്തിന്റെ ചിത്രം തെളിയുന്നത്. ശരിയാണ് ശ്രീ രമേശൻ. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താങ്കൾ അങ്ങനെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കണം എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഇത് മുസ്ലിം ലീഗ്, ഞാൻ പറയുന്നത് കേൾക്കും, മുസ്ലിം ലീഗിന്റെ 3 പതിറ്റാണ്ട് കാലത്തെ ഒരു നഗരഭരണം അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ ജനപ്രതിനിധിയായത്. ഇക്കുറി മഞ്ചേശ്വരത്തും അത് സംഭവിക്കും. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. താങ്കൾ ഗൗരവത്തോടു കൂടി മത്സരിക്കാൻ തന്നെ ഇറങ്ങിയ ആളാണ്. ഇപ്പോഴും മത്സരം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല അല്ലേ? എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് ഇക്കുറി LDF ആണ് മഞ്ചേശ്വരത്ത് വിജയിക്കുന്നതെന്ന്. 3 തുല്യ ശക്തികൾ തമ്മിൽ മത്സരിക്കുന്നു എന്നതാണല്ലോ താങ്കളുടെ വാദം, അല്ലെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ ഒരു എഡ്ജ് ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു റിസ്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എടുക്കാൻ കഴിയില്ല എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ CPM-നെ ഉപദേശിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും കൂടെ BJP-യെ തോപ്പിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. BJP-യെ തോൽപ്പിക്കാൻ UDF എന്നാൽ വികസനം വരില്ല. അതുകൊണ്ട് UDF-ന്റെ അണികൾ മുഴുവൻ ഇപ്പോൾ ഇക്കുറി LDF-ന് വോട്ട് ചെയ്യും. കാരണം കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാകുന്നു. അപ്പോൾ മഞ്ചേശ്വരത്ത് ഒരു ഭരണകക്ഷി MLA വേണം എന്നതാണ് ഇന്ന് മഞ്ചേശ്വരത്തിന്റെ ചിന്ത. മുല്ലപ്പള്ളി പറയുന്നത് CPM-ന്റെ സ്ഥാനാർത്ഥി ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ്, കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാനാണ്, അവിടെ പ്രശ്നമാണ് പാർട്ടിയിൽ എന്നൊക്കെയാണ്. അത് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ മാത്രമായിരുന്നില്ല, കേരളത്തിലെ പല കോൺഗ്രസ് ചെയർമാന്മാരുടെയും ചെയർമാനായിരുന്നു, ലീഗിന്റെ ചെയർമാന്മാരുടെ ചെയർമാനായിരുന്നു, കേരളത്തിലെ ചെയർമാന്മാരുടെ ചെയർമാനായിരുന്നു ഈ കഴിഞ്ഞ 5 കൊല്ലം. ഈ വയ്യപ്പോഴെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. ശരി, അപ്പോ മത്സരത്തിലൊരു മാറ്റവും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു സജഷൻ വെച്ചത്. CPM-ന്റെ സംസ്ഥാന നേതൃത്വം അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. ഞാൻ താങ്കളോടൊന്ന് വിളിച്ചു ചോദിക്കാന്ന് വിചാരിച്ചാണ്. താങ്കൾ മത്സരരംഗത്തുണ്ടോ? മുല്ലപ്പള്ളിയുടെ അഭിപ്രായം ഈ കോൺഗ്രസിന്റെ അണികൾ തന്നെ തള്ളും. കാരണം വെച്ചാൽ കോൺഗ്രസ് അണികളും ലീഗ് അണികളും ഇക്കുറി LDF-ന് വോട്ട് ചെയ്യും. ഇന്നിപ്പോ കോൺഗ്രസിന്റെ മണ്ഡലം നേതാവ് മഞ്ജുനാഥ് ഷെട്ടിയെ ലീഗുകാർ തല്ലി ആശുപത്രി കിടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസുകാരനെ ലീഗുകാരെ തല്ലി ആശുപത്രി കിടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസുകാരുടെ വോട്ട് താങ്കൾക്ക് കിട്ടുന്നാണോ രമേശൻ? രമേശൻ കേൾക്കാം, പറഞ്ഞോളൂ. അങ്ങനെ അതെ, ഈ കോൺഗ്രസുകാര് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലീഗുകാർ കോൺഗ്രസുകാർക്ക് കയ്യേറ്റം പോലും നടത്തുകയാണ്.
സാധാരണഗതിയിലെ മഞ്ചേശ്വരത്ത് ഈ സാമുദായിക വോട്ടുകൾ എന്നുള്ള നിലയിൽ മുഴുവൻ വോട്ടുകളും ധ്രുവീകരിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത് ഈ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നില്ലേ ശ്രീ രമേശൻ? മുല്ലപ്പള്ളിയിലെ അനുയായികൾ ഇക്കുറി മഞ്ചേശ്വരത്ത് അനുയായികൾ LDF വോട്ട് ചെയ്യും. ആയിക്കൊള്ളട്ടെ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം പറയൂ. കാരണം കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനലിന്റെ സർവേയിൽ കെ സുരേന്ദ്രൻ അവിടെ വിജയസാധ്യത പ്രഖ്യാപിച്ച അന്ന് ഞാൻ കെ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു ഒരു അഭിമുഖത്തിന്. കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇത് പാരയാണെന്നാണ് പറയുന്നത്. കാരണം ജയിക്കുമെന്നൊരു ടെലിവിഷൻ ചാനൽ പറഞ്ഞാൽ മറുപക്ഷത്തൊരു ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് മുസ്ലിം ഹിന്ദു വോട്ട് എന്നുള്ള നിലയിൽ ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുന്നു. അവിടെ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ശ്രീ രമേശൻ? ഇടതുപക്ഷത്തിനെ പ്രസക്തിയുള്ളൂ. ഈ വർഗീയതയെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ എന്നാണ് ഇന്ന് മഞ്ചേശ്വരത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത്. പോയ കാലങ്ങളെ പോലെയല്ല ഇപ്പോൾ. ഇപ്പൊ കാലം മാറി. ഇപ്പോ മതേതരത്വം വേണം, അത് ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നതാണ് ജനങ്ങളുടെ ചിന്ത. വികസനം വേണം, അത് ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. പിണറായിയുടെ തുടർ ഭരണം അതാണ് ചിന്തിക്കുന്നത്. ആ ഭരണത്തിൽ മഞ്ചേശ്വരത്ത് ഒരു ഭരണകക്ഷി MLA ഉണ്ടാകണം. അതാണ് മഞ്ചേശ്വരത്തിന്റെ ഇന്നത്തെ ചിന്ത. അപ്പോൾ ശക്തമായ പ്രചരണവുമായിട്ടാണ് LDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നല്ല രീതിയിൽ LDF മുന്നോട്ട് പോകുന്നു. ഇക്കുറി LDF മഞ്ചേശ്വരം നേടിയിരിക്കും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. CV കുഞ്ഞമ്പൂരിന് ശേഷം മഞ്ചേശ്വരത്തെ MLA രമേശനായിരിക്കും. ഒരുപാട് നാനാ മതസ്ഥരുള്ളത്, എല്ലാവരും നാനാ ഭാഷകൾ സംസാരിക്കുന്നവരാണ്. അവർക്കെല്ലാം ഇന്ന് സ്വീകാര്യത ഇടതുപക്ഷമാണ്. ശരി, വളരെ നന്ദി ശ്രീ രമേശൻ. താങ്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അധികം ബുദ്ധിമുട്ടണമെന്നില്ല. അഡ്വക്കേറ്റ് നിവേദിത, നിങ്ങൾക്ക് സന്തോഷമാകും LDF ശക്തമായി പ്രചരണത്തിനുണ്ട്. LDFോ മുസ്ലിം ലീഗോ സ്ഥാനാർത്ഥികളെ പിന്മാറ്റുന്നില്ല എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ത്രികോണ മത്സരത്തിലായിരിക്കുമല്ലോ ബി ജെ പിക്ക് ഒരു വിജയത്തിനോട് അടുത്ത പോരാട്ടം നടത്താനാവുക. നിവേദിതയ്ക്ക് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു ശക്തമായ ത്രികോണ മത്സരം നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. വൈദ്യം കൽപ്പിക്കുന്നതും രോഗി ഇച്ഛിക്കുന്നതും പാൽ. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരായിരിക്കുകയും LDFന്റെ വോട്ടുകൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ BJPക്കുള്ള വോട്ടുകൾ NDAക്കുള്ള വോട്ടുകൾ NDAക്ക് ലഭിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അണികളുടെ വോട്ട് മാത്രമല്ല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും ആഗ്രഹിക്കുന്നത് NDA വരണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇരു കൂട്ടരും ഇപ്പോൾ അന്തർധാര സജീവമാക്കിക്കൊണ്ടും പ്രത്യക്ഷമായിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അല്ല, അന്തർധാര ഒക്കെ ശ്രമിച്ചു ഒരു പാർട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അന്തർധാര അടിവരയിടുന്നില്ലല്ലോ മറ്റേ പാർട്ടി. അഡ്വക്കേറ്റ് നിവേദിത തന്നെ ഗുരുവായൂരിൽ മത്സരിക്കേണ്ട ആളാണ്. ഇപ്പോൾ തിരക്ക് പിടിച്ച നിശബ്ദ പ്രചരണം നടത്തേണ്ട ആളാണ്. എന്തേ സാധിക്കാതെ പോയത്? ഗുരുവായൂരിൽ നിങ്ങൾക്ക് ഒരു സ്വതന്ത്രനെ തപ്പിയെടുക്കേണ്ടി വന്നു. അതുപോലെ തലശ്ശേരിയിൽ ഇപ്പോൾ ആർക്കാണ് പിന്തുണ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. DMKക്ക് കൊടുത്തിരുന്ന ദേവികുളത്ത് അവിടെയും വോട്ടുകൾ പാഴായി. നിങ്ങൾ തമ്മിലും നിങ്ങൾ ഏതൊക്കെയോ സീറ്റുകളിൽ അന്തർധാര ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെയും കുറ്റം പറയാനാകില്ല. അല്ല, ഞാൻ ചോദിച്ചു നോക്കട്ടെ. എന്റെ പത്രിക തള്ളുന്നത് വരെയും ഞങ്ങൾ ആക്റ്റീവായിട്ട് പ്രചരണത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? പത്രിക തള്ളിയത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കോടതി പോകുകയോ അല്ലെങ്കിൽ അതിനെതിരെ കോടതി പോകാതെ പ്രതികരിക്കാതെ ഇരിക്കുമായിരുന്നില്ലേ? അതുമാത്രമല്ല, അതിനു മുമ്പ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം സജീവമായിട്ടുള്ള പ്രചരണ പരിപാടികളുമായിട്ട് ഞങ്ങൾ രംഗത്തുണ്ടായിരുന്നു. അപ്പോ അതിനെക്കുറിച്ച് ഇപ്പൊ ഈ കോമാളിന്നും കോലീബിന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കിയവർ ഇപ്പൊ അവർ തന്നെ പ്രത്യക്ഷത്തിൽ എന്ത് തരത്തിലാണ് ഒരു അന്തർധാരയും ഉള്ളത് എന്നും അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു BJPക്കെതിരെ ഒരു സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് BJPയുമായിട്ട് ഇതര കക്ഷികളെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചാണ്. ഇപ്പൊ നിങ്ങളുടെ 3 പത്രികകൾ പെട്ടെന്നൊരു ദിവസം അങ്ങ് തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് അത്ഭുതകരമായ വിധത്തിലാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് നിവേദിത മഹിളാ മോർച്ചയുടെ അധ്യക്ഷ എന്നുള്ള നിലയിൽ ഗുരുവായൂരിൽ 10-22,000 വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലത്തിൽ നിങ്ങളുടെ പത്രിക തള്ളിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അവിശ്വസനീയമാണ്.
ഒരു മഹിളാ മോർച്ചയുടെ അധ്യക്ഷയ്ക്ക് ഒരു പത്രിക പൂരിപ്പിക്കാൻ അറിയില്ലേ, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിയമസഹായം കിട്ടുന്നില്ലേ? ഇനി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന മണ്ഡലമാണ് തലശ്ശേരി. അവിടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ് മത്സരിക്കുന്നത് തലശ്ശേരിയിൽ. അദ്ദേഹം മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെയും സംസ്ഥാന അധ്യക്ഷൻ്റെയും അഖിലേന്ത്യാ അധ്യക്ഷൻ്റെയും എയും ബിയും ഫോമുകൾ എത്തിച്ചു കൊടുക്കുന്നു. സ്വന്തം മണ്ഡലത്തിൽ അത് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ യുക്തിക്ക് നിരക്കാത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ യുക്തിയോടുകൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ഈ 3 നിയമസഭാ സീറ്റുകളിൽ നിങ്ങൾ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാം എന്ന ധാരണ വേറെ ഏതെങ്കിലും കക്ഷിയായിട്ട്, അത് UDF ആയിട്ടോ LDF ആയിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇനി നിങ്ങൾ UDF ആയിട്ടും LDF ആയിട്ടും ഈ 3 മണ്ഡലങ്ങളിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മത്സരിക്കുന്ന 3 മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ കൂടുതലോ കുറഞ്ഞോ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അറിയൂ. അതുകൊണ്ട് ഇപ്പോ KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു നീക്കുപോക്കിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു. അതല്ലാതെ നിങ്ങൾ UDF ആയിട്ടോ LDF ആയിട്ടോ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന സംശയം നിവേദിത അടക്കമുള്ള 3 പേരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിലൂടെ ഞങ്ങൾക്ക് സംശയം തോന്നുന്നു. ഇതൊന്നും ഇപ്പൊ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അഡ്വക്കേറ്റ് നിവേദിത. അത്രക്ക് വലിയ മറയാണ് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുസമൂഹത്തിൽ നിന്നുള്ളത്. 26,000 വോട്ടുള്ള ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ 26,000 വോട്ടുള്ള ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ എന്നെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ, അതും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് ഇത്തരത്തിലൊരു നാടകം കളിക്കേണ്ട കാര്യമൊന്നും NDAക്ക് ഇല്ല എന്ന് മാത്രമല്ല, ഈ ഫോമുകൾ അത് പരിഹരിക്കാനുള്ള സമയം ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ അപ്രകാരം ഒരു നടപടി, അതായത് ഫോം A, B ഇല്ലാതെ തന്നെ ബ്ലാങ്ക് ആയിട്ട് സമർപ്പിച്ചവർക്ക് സമയം കൊടുത്തതായിട്ട് കോടതി പോലും കണ്ടിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് അത്തരത്തിലൊരു സംവിധാനമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് ഞങ്ങളുടെ പാർട്ടിയെ എത്രത്തോളം പിന്നോട്ടടിപ്പിക്കും? ഇത്തരത്തിലൊരു ചെയ്യോ? അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയം സംശയമാണ്. കള്ളക്കളി തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ നിവേദിത. 91 മുതൽ ഈ കള്ളക്കളി നിങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തുന്നില്ലേ? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം സംശയം വരും. അല്ല, ഈ കള്ളക്കളി എന്ന് പറയുന്നു. ഇപ്പോ ആരാണ് കള്ളക്കളി നടത്തുന്നതെന്ന് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകളില് കള്ളക്കളി അടിച്ചേൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം 2 കൂട്ടരും കൂടെ ഒരേ സ്വരത്തിൽ പറയും. LDF UDF ഒരേ സ്വരത്തിൽ BJPക്കെതിരെ പറയും. അപ്പോ അതുകൊണ്ട് BJPയുടെ മുകളിൽ എല്ലാം അടിച്ചേൽപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് എന്താണെന്നുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കവറ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അതൊന്നും എനിക്ക് തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടെ ഭാഗത്ത് വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം 2-ാം തീയതിക്ക് ശേഷം ഈ വോട്ടിന്റെ കണക്കറിയുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമാകും. അതേപോലെ തന്നെ ഇപ്പോ കോൺഗ്രസ് LDF-നെ ക്ഷണിച്ചിരിക്കുന്നു. നേമത്തും മഞ്ചേശ്വരത്തും നമുക്ക് ഒന്നിച്ച് BJPയെ നേരിടാമെന്ന്. അതെന്തിനുള്ള നീക്കമാണെന്നാണ് നമ്മളിപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് LDF-ന്റെ നേതാക്കളെ ടെലിഫോൺ ലൈനിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. നേമത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നേമത്തെ നേതാക്കളെയും ടെലിഫോൺ ലൈനിൽ ലഭ്യമാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ള ആഗ്രഹത്താൽ LDF UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണമാറ്റം നമുക്ക് സാധാരണഗതിയിൽ ഈ ഒരു ഘട്ടമാകുമ്പോൾ അല്പം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് പിടികിട്ടില്ലേ? ട്രെൻഡ് പരിശോധിക്കുമ്പോൾ പിടികിട്ടില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ബോധ്യം, ഏതെങ്കിലും തരത്തിലുള്ളൊരു ബോധ്യം താങ്കളെ സംബന്ധിച്ചു, പ്രത്യേകിച്ച് ഈ ബോംബില്ല എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിലെങ്കിലും? ബോംബില്ല എന്ന് പറഞ്ഞത് അല്ല, പിണറായി വിജയൻ എനിക്ക് തോന്നുന്നു മുൻകൂട്ടി ഒരു എറിഞ്ഞത് കൊണ്ടായിരിക്കണം ബോംബ് ഒഴിവായി പോയത്, നിർവീര്യമായി പോയത്. അല്ലെങ്കിൽ ബോംബ് വല്ലതും കാണുമായിരുന്നിരിക്കും. രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ച ബോംബ് അറിയത്തില്ല. രമേശ് ചെന്നിത്തലയാണോ അന്വേഷണ ഏജൻസികളാണോ ബോംബുമായി ഇരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണെങ്കിലും തിരുവനന്തപുരത്ത് ഞാനും കേട്ടിരുന്നു അങ്ങനെ ബോംബിന്റെ ഭീഷണി. പോട്ടെ, നമുക്ക് എന്തായാലും നോക്കാം. ഏതായാലും ബോംബ് ഒഴിഞ്ഞു, ഇനിയിപ്പം വരാൻ സാധ്യത തീരെ കുറവാണ്. നാളെ ബോംബിട്ടാലും പറയാൻ പറ്റത്തില്ല. പിന്നെ ചോദിച്ച ചോദ്യം,
നികേഷേ, രണ്ട് മുന്നണികൾക്കും വിജയം അത്യാവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷെ മഞ്ചേശ്വരം നിയമം ഒരു പക്ഷേ ഇപ്പോഴും രണ്ടും അനിശ്ചിതത്വം ആണ് രണ്ട് മുന്നണികൾക്കും കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടല്ലേ മുല്ലപ്പള്ളി ഇപ്പോൾ ഈ മുന്നോട്ട് വയ്ക്കുന്ന ഓഫർ. രണ്ടാമതൊരു കാര്യം, അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ, വിലയിരുത്തുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക, ഇത് മുമ്പ് കോലീബി സഖ്യം ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രായച്ചിത്തമല്ലേ എന്നും കൂടെ നമുക്ക് പറയാം. എന്തായാലും ഇതിനകത്ത് മുല്ലപ്പള്ളി മാത്രമേ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം രമേശ് ചെന്നിത്തലയോടും ഉമ്മൻചാണ്ടിയോടും മറ്റു നേതാക്കന്മാരോടും ആലോചിച്ചിട്ടാണോ ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. എന്താണെങ്കിൽ അതും കൊണ്ട് വന്നിട്ടേ പറയാൻ കഴിയുള്ളൂ. ഈ രണ്ട് സീറ്റ് ഏതായാലും രണ്ട് മുന്നണികൾക്കും മിക്കവാറും പ്രശ്നമായിരിക്കാം. ഇപ്പോ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി മഞ്ചേശ്വരത്ത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ ജേക്കബ് ജോർജ്, ഇങ്ങനെ പരസ്യമായ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുമോ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോദിക്കുന്നത് നീക്കുപോക്ക് ഉണ്ടാക്കാൻ തയ്യാറുണ്ടോ, ഇപ്പോഴും സമയം വൈകിട്ടില്ല, ടെൽമി എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ ശ്രീ ജേക്കബ് ജോർജ്. ഇനി അഥവാ ഈ രണ്ട് സീറ്റുകളിലാണ്, ഒന്ന് നിങ്ങളെടുത്തോ ഒന്ന് ഞങ്ങളെടുക്കാം എന്നാണെങ്കിൽ അത് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ, രഹസ്യമായി. അതെ, അതൊരു ഫോൺ വിളിച്ചാൽ മതി. അതിന് ഈ ടെലിവിഷൻ ചാനലിൽ കൂടെ അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം അല്ല, പരസ്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ് എന്തോ അതിനകത്ത് ഉദ്ദേശമുണ്ട്, എന്തോ രാഷ്ട്രീയമുണ്ട്. പക്ഷെ മുല്ലപ്പള്ളി അങ്ങനെ അധികം വളരെ സൂക്ഷ്മമായിട്ട് സ്ട്രാറ്റജിക്കായിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ആളുമല്ല. പിന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? അന്ന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി നിയമത്തിൽ മത്സരിക്കും. അത് അദ്ദേഹത്തിന് വേറെ എന്തോ തന്ത്രം ഉണ്ടായിരുന്നു. തന്ത്രം എന്ന് പറയാൻ പറ്റില്ല, വേറെ എന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നു, ശ്രദ്ധ തിരിക്കാനോ മറ്റോ എന്താണെങ്കിലും. പക്ഷെ ഇപ്പൊ ഈ കാര്യം പറയുന്നു. തീർച്ചയായിട്ടും മുല്ലപ്പള്ളി ഒരു വലിയ പ്രസ്താവന നേതാവായിട്ട് മാറിയിരിക്കുകയാണ്. എന്താണ് അതിന്റെ പൊരുൾ എന്നുള്ള കാര്യം മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. യഥാർത്ഥത്തിൽ ഈ പറയുന്ന രണ്ട് സീറ്റുകളിൽ മാത്രമേ മത്സരമുള്ളൂ, അതോ 5 സീറ്റുകൾ BJP പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ? ഈ മഞ്ചേശ്വരം, നേമം, പാലക്കാട്, മലമ്പുഴ, അങ്ങനെ 5 സീറ്റുകളിൽ, ആ 5 സീറ്റുകൾ യഥാർത്ഥത്തിൽ വെറും BJP പ്രതീക്ഷ മാത്രമാണോ? അല്ല, തിരുവനന്തപുരം സെൻട്രൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ത്രികോണ മത്സരമാണ്. ജി കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി ഒന്നാമതാണ് നിൽക്കുന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട സർവേകളിലൊക്കെ കണ്ടിരുന്നു. അത് 3ാം സ്ഥാനത്താണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശിവകുമാർ. ആന്റണി രാജുവാണ് രണ്ടാമത്. ഇപ്പോ ഇതിങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നേരത്തെ സുരേന്ദ്രൻ നികേഷിനോട് പറഞ്ഞത് തന്നെയാണ് സംഭവം. കൃഷ്ണകുമാർ 1ാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രശ്നം ആന്റി BJP ശക്തി. അത് ആന്റണി രാജുവിന്റെ കളിയായിരിക്കണം ചിലപ്പം. അതായത് കൃഷ്ണകുമാർ ജി 1ാം സ്ഥാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 3ാം സ്ഥാനത്ത് ഇനി VS ശിവകുമാർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആന്റണി രാജുവിൽ കൺസോൾട്ടേറ്റ് ചെയ്യും ന്യൂനപക്ഷ വോട്ട്. അതെ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ സംഭവം അതാണ്. ഞാൻ പറയുന്നത് പോലെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ പ്രധാനപ്പെട്ടതാണ്. BJP ഇപ്പൊ തന്നെ സ്വാമിയെ ശരണയ്യപ്പ, നരേന്ദ്രമോദി വന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ് സ്വാമിയെ ശരണയ്യപ്പ വിളിക്കുന്നത്. അതുണ്ടാക്കുന്ന ഒരു ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ചിന്ത തീർച്ചയായിട്ടും അതൊരു കൺസോളിഡേഷനിലേക്ക് നയിക്കത്തില്ലേ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഇപ്പൊ കേരളത്തിൽ അതൊക്കെ സംസാര വിഷയമായിട്ടുണ്ട് പല കേന്ദ്രങ്ങളിലും എന്നാണ് എൻ്റെ അറിവ്. ദയവായി തുടരുക. പ്രകാശ് മാസ്റ്റർ, ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുകയാണ്, ഈ നേമത്തും മഞ്ചേശ്വരത്തും നമുക്ക് നീക്കുപോക്ക് ഉണ്ടാക്കിക്കൂടെ, BJPയെ തോൽപ്പിക്കണോ എന്ന്. CPIM തയ്യാറാണോ UDFുമായി BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു നീക്കുപോക്കിന്? CPMന്റെ നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇന്ത്യയിൽ ഏറ്റവും വിപത്കരമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് എന്നുള്ള ചോദ്യത്തിന് CPMന്റെ വ്യക്തമായ ഉത്തരം BJP എന്നാണ്. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ കഴിഞ്ഞ 6 വർഷക്കാലമായി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് തകർക്കുകയാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത, ഈ രാജ്യത്തിന്റെ പാർലമെന്ററി സമ്പ്രദായം, ഈ രാജ്യത്തിലെ ഫെഡറലിസം, ഇവയെല്ലാം വെല്ലുവിളിക്കുന്ന എന്തെന്ത് നടപടികളുമായിട്ടാണ് BJPയുടെ ഗവൺമെന്റ് മുന്നോട്ടേക്ക് വരുന്നത്. ഈ നിലക്ക് രാജ്യത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് തന്നെ ഹാനികരമാകുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു വർഗീയ പാർട്ടി, അതാണ് BJP. രാജ്യത്തിലുള്ള ജനങ്ങളെ മതപരമായിട്ട് ഭിന്നിപ്പിക്കുകയാണ്. അതുകൊണ്ട് BJPക്കെതിരെയുള്ള നിലപാട് CPMനെ സംബന്ധിച്ച് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്തതാണ്. ഇവിടെ അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടുകളും ആകാം, എന്ത് വിട്ടുവീഴ്ചയും ആവാം എന്ന നിലപാട് സ്വീകരിക്കുന്നത് UDF ആണ്, പ്രത്യേകിച്ച് അതിനെ നയിക്കുന്ന കോൺഗ്രസ് ആണ്. 1991 കോലീബി സഖ്യത്തെ നമ്മളത് കണ്ടതാണ്. സമാനമായ ഒരു സഖ്യത്തിലേക്ക് BJPയും ലീഗും കോൺഗ്രസും എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോ നേമത്ത് തന്നെ നേരത്തെ ഉണ്ടായ സംഭവം നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. അവിടെ ആ സീറ്റിൽ ആദ്യമായിട്ട് BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് UDFന്റെ പിന്തുണയോടെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, അന്ന് ജയിച്ചിരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. അന്ന് UDFന് വേണ്ടി മത്സരിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി സുരേന്ദ്രപിള്ള അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവിടെ എന്നെ കണക്കാക്കാതെ വോട്ടുകൾ വിൽക്കുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്രാവശ്യം ഗുരുവായൂരിലും ദേവികുളത്തും തലശ്ശേരിയിലും BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തവരെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ വേണ്ടി കഴിയുക? ഒരു ജില്ലാ പ്രസിഡന്റ്, ഇവിടെ തലശ്ശേരി മത്സരിച്ചത് BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്. അതുപോലെ മാർഷൽ ചർച്ചയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ അഡ്വക്കേറ്റ് നിവേദിതയായിട്ട് അത് ചർച്ച ചെയ്തു. അഡ്വക്കേറ്റ് നിവേദിത മഹിളാ മോർച്ചയുടെ അധ്യക്ഷയാണ്, അവരാണ് ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയാകേണ്ടത്. അവർ ഈ പാനലിൽ ഉണ്ടായിരുന്നു, ഞാൻ അവരോട് അതൊക്കെ വിശദമായി ചോദിച്ചു മാഷെ. പക്ഷേ നോക്കൂ, പ്രകാശ് മാഷ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM പഴയ നിലപാടൊന്നും അല്ല. ഇപ്പോൾ BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസുമായി നേരിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്ന പാർട്ടിയാണ്. അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലാകാമെങ്കിൽ BJP ശക്തി പ്രാപിച്ച നേമത്തും മഞ്ചേശ്വരത്തും എന്തുകൊണ്ട് നിങ്ങൾക്ക് കോൺഗ്രസുമായ ഒരു നീക്കുപോക്കായിക്കൂടാ? മുന്നണി ബന്ധമൊന്നും വേണ്ട, നീക്കുപോക്ക് മതി. ഇത് യഥാർത്ഥമായിട്ടുള്ള ഒരു സങ്കല്പനമാണ്. ഇവിടെ BJPക്ക് സ്വന്തമായി ജയിക്കാൻ സീറ്റുകൾ ഇല്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. മഞ്ചേശ്വരത്താവട്ടെ നേമത്താവട്ടെ സ്വന്തമായി ജയിക്കാൻ കഴിയുന്ന വോട്ടുകളുടെ പാർട്ടിയാണോ BJP? അല്ലേ? അങ്ങനെയാണെങ്കിൽ നേരത്തെ നേമത്ത് ഒരു കാരണവശാലല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നേരത്തെ നേമത്ത് ഈ പറയുന്ന പോലെ UDFകാരുടെ വോട്ട് വിലക്ക് വാങ്ങാൻ നിൽക്കേണ്ട കാര്യം എന്താണത്? നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ കേരളത്തിൽ ഇവിടെ ഇപ്പോഴും മാത്രമല്ല, നേരത്തെയും ഈ നിലക്ക് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവിശുദ്ധ സഖ്യത്തിന് BJP ശ്രമിച്ചിട്ടുണ്ട്. അതിന് കോൺഗ്രസ് കൂട്ടുനിന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം BJPയോട് വിരോധം എന്ന് പറയുന്നത് തങ്ങളുടെ സീറ്റുകളുടെ വിഷയം വരുമ്പോൾ പോകുന്നതെന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് BJPയുമായിട്ടുള്ള നിലപാട് വളരെ വ്യക്തമാണ്. അവർ ഈ രാജ്യത്തിന് വളരെ ഗുരുതരമായ ഹാനി ഉണ്ടാക്കുന്ന നിയമത്തെ ഒരുപക്ഷെ പ്രകാശ മാഷ് പറയുമായിരിക്കും, കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് O രാജഗോപാൽ എന്ന BJP സ്ഥാനാർത്ഥി 2016 വിജയിച്ചതെന്ന്. പക്ഷെ അവർ മഞ്ചേശ്വരത്ത് വെറും 89 വോട്ടിനാണ് മാഷെ തോറ്റത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ, അന്നത്തെ മഞ്ചേശ്വരം BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ K സുരേന്ദ്രൻ. അന്ന് കോൺഗ്രസിന്റെ വോട്ട് മുഴുവൻ പോയത് ലീഗിനാണ്, BJPക്ക് അല്ല പോയത്. അപ്പോൾ അവിടെ CPM ദുർബലമായ മൂന്നാം സ്ഥാനത്താണ്. വേണമെങ്കിൽ കോൺഗ്രസിനെ മറുപക്ഷത്ത് നിന്ന് ആരോപിക്കാം, ഈ CPMകാരുടെ വോട്ടാണ് BJPക്ക് പോയത് എന്ന്. അവരത് ആരോപിച്ചിട്ടില്ലല്ലോ. അപ്പോൾ BJP ശക്തിയാണ് നേമത്തും മഞ്ചേശ്വരത്തും. കോൺഗ്രസ് ഇങ്ങനെ ഒരു ന്യായം ഉന്നയിക്കുന്നതിന് പിന്നിൽ ഇപ്പൊ കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. BJPയുമായിട്ട് അവിശുദ്ധ സഖ്യത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളത് മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകളെല്ലാം ഉത്കണ്ഠയോടെ നോക്കുകയാണ്. തീർച്ചയായിട്ടും അത് ന്യൂനപക്ഷങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു വികാരം ചെറുതല്ല. പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ അവരുമായി സഖ്യമുണ്ടാക്കാനാണ് കോൺഗ്രസ് പോകുന്നത്. എങ്ങനെയെങ്കിലും CPMന്റെ ഗവൺമെന്റിന് തകിടമറിക്കാൻ എന്ത് അവിശുദ്ധമായ നിലപാടിന് കോൺഗ്രസ് തയ്യാറാവുന്ന യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് KPCC അധ്യക്ഷൻ തുടക്കം കുറിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതിനെ സംബന്ധിച്ചല്ല. BJPയും അതുപോലെ CPMും കൂടി സഖ്യത്തിലാകാൻ വലിയ പ്രയാസമില്ല എന്ന കാര്യം സ്ഥാപിക്കേണ്ടത് ഇന്ന് കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള ഈ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ് എന്നുകൊണ്ടാണ് ഇത്തരം ഒരു വാദം ഉന്നയിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും BJPക്കാരുമായിട്ടുള്ള ഒരു നിലയിലുള്ള സഖ്യത്തിന് നിങ്ങൾ തയ്യാറല്ല. അതേവസരം കേരളത്തിൽ ആരുമായിട്ടാണ് മത്സരം എന്നുള്ളതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ മത്സരിക്കുന്ന UDFുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്താൻ അവർ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അജണ്ടയിൽ അത്തരമൊരു വിഷയമേ ഇല്ല. തങ്ങളുടെ അജണ്ടയെ ന്യായീകരിക്കുന്നതിന് കോൺഗ്രസിന് ആവശ്യമായി വന്നിരിക്കുന്നു ഇത്തരമൊരു ചർച്ച എന്നുള്ളതിലേക്കാണ് ഈ വാദമുഖത്തെ നമ്മൾ കാണേണ്ടത്. അതിന് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ആ കാര്യങ്ങൾക്കില്ല. ശ്രീ പ്രകാശ് മാസ്റ്റർ, നമ്മളിപ്പോൾ നോക്കേണ്ടത് എന്താണ്? കേരളത്തിൽ UDF വന്നാലും LDF വന്നാലും ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനം മാത്രമേ ഉള്ളൂ. പക്ഷേ BJPയെ ഒരു അധികാരത്തിന് എടുത്തെത്തുന്ന ഒരു ശക്തിയാക്കി മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തു നിന്നും നേമത്ത് നിന്ന് കുമ്മനം രാജശേഖരനും നിയമസഭയിൽ വന്നാൽ ഈ രണ്ട് പേര് എന്നുള്ള നിലയിലല്ല, അവരുടെ ഏറ്റവും നല്ല സംഘാടകരായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ, ഈ രണ്ട് പേര് നിയമസഭയിൽ വന്നാൽ അവരെ ഒരു പ്രധാന പ്രതിപക്ഷത്തിൻ്റെ റോളെന്ന് പറയുന്നില്ല, ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ എടുക്കാനുള്ള സകല സാധ്യതയുണ്ട്. അതില്ലായ്മ ചെയ്യാനൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സഹകരിച്ചൂടെ, ഞങ്ങൾ നിയമം എടുത്തോളാം, അല്ലെങ്കിൽ ഞങ്ങൾ മഞ്ചേശ്വരം എടുത്തോളാം, നിങ്ങൾ നിയമം എടുത്തോ അല്ലെങ്കിൽ മഞ്ചേശ്വരം എടുത്തോ എന്നുള്ള ചോദ്യമാണെങ്കിൽ
അവിടെ കോടിയേരി ബാലകൃഷ്ണനെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിളിച്ചോന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഏതാ വേണ്ടത്, മഞ്ചേശ്വരമാണോ വേണ്ടത്, നിയമമാണോ വേണ്ടത് എന്ന് വിളിച്ചു ചോദിച്ചിട്ട് ആ കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കുക, ആ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ മാഷേ. UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെ കാണിക്കുന്ന ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ രാജ്യത്താകെ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് ഇങ്ങനെയൊരു ധാരണയെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടി കഴിയുന്നത്? ഇവിടെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തകർത്തെറിഞ്ഞ കേരളത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കഴിഞ്ഞ 5 വർഷക്കാലമാണ് ഞങ്ങൾ നടത്തിയത്. ഒരു കാരണവശാലും ആ ഗവൺമെന്റ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തികഞ്ഞ അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ഒരു മുന്നണിയാണ് UDF, കോൺഗ്രസ് നയിക്കുന്ന മുന്നണി. അത്തരം ഒരു മുന്നണിക്ക് ഇങ്ങനെ രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാത്തൊരു ചോദ്യം ചോദിക്കാൻ ആവുന്നത് തന്നെ യഥാർത്ഥത്തില് അവര് അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിന് മാത്രം കഴിയുന്ന കാര്യമൊന്നും അല്ല ശിവപ്രകാശ് മാസ്റ്റർ. നമ്മൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പല അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളുടെ വോട്ടെടുത്ത് നോക്കിയാലും 4 വോട്ട്, 5 വോട്ട്, 0 വോട്ട് വരെ കിട്ടിയിട്ടുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ അതൊക്കെ തരാതരം ചെയ്തിട്ടുള്ള പാർട്ടി തന്നെയാണിത്. പരസ്യമായി നിങ്ങളിത് പറഞ്ഞോളൂ, പക്ഷെ രഹസ്യമായി അങ്ങനെ ഒരു സാധ്യതയ്ക്കുള്ള അവസരം തേടുമോ എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോംബ്. അല്ല, അതിനെന്തെന്ന് പറഞ്ഞാൽ BJP എന്തോ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയർന്നിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമുള്ള UDFന്റെ വളർച്ചയെ നിങ്ങൾ പരിശോധിക്കുക, BJPയുടെ വളർച്ചയെ നിങ്ങൾ പരിശോധിക്കുക. UDF ഗവൺമെന്റിന്റെ കാലത്ത് 6 നിന്ന് 15% എത്തിയിരിക്കുന്ന BJPയുടെ വളർച്ച കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് സ്റ്റാൻഡ് സ്റ്റില്ലിലാണ്. അവർ കാര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല. ഈ ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം ചില മുന്നേറ്റങ്ങൾ ഉണ്ടായി എന്നത് ഒഴിച്ചാൽ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് LDF ഭരണകാലത്ത് BJPക്ക് ഉണ്ടായിട്ടില്ല എന്ന് കണക്കുകൾ വെച്ചുകൊണ്ട് പരിശോധിച്ച് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് BJPക്ക് എന്തോ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. ഇവിടെ സുരേന്ദ്രൻ പറയുന്ന പോലെ 35 സീറ്റുകൾ ലഭിച്ചാൽ ഭരണം പിടിക്കാൻ വേണ്ടി കഴിഞ്ഞൊരു വലിയ മുന്നണിയായിട്ട് BJP വന്നിരിക്കുന്നു എന്നതൊന്നും സത്യമായിട്ട്. ശരി, അഡ്വക്കേറ്റ് നിവേദിത, ആ നിലയിലുള്ള ഒരു മുന്നേറ്റം ഒന്നും BJP ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ വെറുതെ ഉഷ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതങ്ങനെ അങ്ങ് ഒലിച്ചു പൊയ്ക്കോളും എന്നുള്ളതാണ് CPMന്റെ നയം. അതുകൊണ്ട് ഒരു അന്തർധാരയും ഉള്ളതായി സംശയിക്കേണ്ട അഡ്വക്കേറ്റ് നിവേദിത. ഈ 2 കൂട്ടരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് BJPയാണ്, NDAയുടെ മുന്നോറ്റത്തെയാണ് എന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവർ 2 കൂട്ടരുടെയും അഭിപ്രായങ്ങളിൽ നിന്ന്, നിലപാടുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. പിന്നെ ഇവര് LDFോ UDFോ അല്ല തീരുമാനിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ NDAയെ ജയിപ്പിക്കണമെന്ന്. അത് തീരുമാനിക്കുന്നത് ജനമാണ്. ഈ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ, അതുപോലെ തന്നെ മെട്രോമാൻ E. ശ്രീധരന്റെ വരവോടുകൂടിയുള്ള വലിയ തരത്തിലുള്ള മുന്നേറ്റം, അതോടൊപ്പം തന്നെ NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക, ഇതെല്ലാം തന്നെ യുവാക്കളെ വരെ വളരെയധികം ആവേശഭരിതരാക്കിയിരിക്കുകയാണ്. NDAയുടെ ഒപ്പം നിൽക്കാൻ അവരെല്ലാം തയ്യാറായിക്കൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന എല്ലാ തരത്തിലുള്ള പരിപാടികളിലും അവരുടെയൊക്കെ വൻ തള്ളിക്കയറ്റം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ 2 കൂട്ടർക്കും വലിയ ആശങ്കയുണ്ട്. എങ്ങനെയെങ്കിലും NDAയുടെ വരവ് തടയണം. പ്രത്യേകിച്ച് 2 കൂട്ടരും കഴിഞ്ഞ കാലങ്ങളായിട്ട് നടത്തിയിട്ടുള്ള അഴിമതികളും മറ്റുമൊക്കെ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ NDAയുടെ ഒരാളും തന്നെ നിയമസഭയിൽ ഉണ്ടായിരിക്കരുത്. പ്രത്യേകിച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ ആരും വരാതെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചും ചർച്ച ചെയ്തും ഒക്കെ തന്നെയാണ് ഇവർ 2 കൂട്ടരും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ജനം ആണ് വോട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന മാതിരി ന്യൂനപക്ഷ വിരോധികളാണ്, വർഗീയവാദികളാണ്, അതൊന്നും ഇനി വില പോകില്ല. കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് നരേന്ദ്രമോദി ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ഒരു അവകാശവും എടുത്തു കളഞ്ഞിട്ടില്ല, ഒരു വർഗീയ വിരോധവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു വർഗീയ കലാപവും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഇനി കള്ളത്തരം പറഞ്ഞ് പറ്റിക്കാൻ സാധിക്കില്ല. അവരും BJPയുടെ ഒപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 കൂട്ടരും വലിയ രീതിയിൽ ശ്രീ ജേക്കബ് ജോർജ്, കഴിഞ്ഞ വെള്ളിയാഴ്ച മുസ്ലിം പള്ളികളിൽ ചില ആഹ്വാനമുണ്ടാകും എന്നുള്ള അഭ്യൂഹമുണ്ടായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. ഇന്നലെ പാതിര കുർബാനയിൽ അങ്ങനെ ചില നിർദ്ദേശങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു, അത് ഉണ്ടായില്ല. ചരിത്രത്തിലെ
ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ താങ്കൾ തന്നെ നേരത്തെ ശരിയാവണ്ണം ഉദ്ധരിച്ച് ശബരിമല കോന്നിയിലെത്തിയപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മുദ്രാവാക്യമെന്നും ഉയർത്തുന്ന വിഷയങ്ങളെന്നും സ്പഷ്ടമാക്കിയിട്ടും ന്യൂനപക്ഷങ്ങൾ ഇത്ര മൗനത്തിലായിരിക്കുമ്പോൾ അതിനെ ഈ ഡെഫനിങ് മൗനം എന്നാണോ നമ്മൾ വിളിക്കുക, അതോ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു സന്ദേശം നൽകേണ്ടതില്ല എന്നാണോ? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നിവേദിത പറഞ്ഞത് അർത്ഥഗർഭമാണ്. ഞങ്ങളിവിടെ വർഗീയ കലഹം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാനതിന്റെ ബാക്കി പറയുന്നില്ല. അതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട് ബഹുമാനപ്പെട്ട നിവേദിത. കാരണം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് കേരളക്കാരോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം. അതിനകത്ത് എല്ലാ നിവേദിത അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങള് ഇവിടെ വർഗീയ കലാപമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം. ഈ കേരളത്തിലെ എന്തോ അത് നിങ്ങളും മനസ്സിലാക്കണം. എന്ത്? അത് നിങ്ങളും മനസ്സിലാക്കണം കേരളത്തിലാണ് പറയുന്നതെന്ന്. കേരളത്തിലെ ദേശീയ നേതാക്കന്മാരൊക്കെ വരുന്നുണ്ടല്ലോ അഡ്വക്കേറ്റ് നിവേദിത. അപ്പോ ഞാനെന്ത് പറയട്ടെ, നമ്മള് വികസനത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ സ്കൂളുകള്, കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം, കേരളത്തിലെ ആരോഗ്യ നിലവാരം, ഞാൻ CPM-നെയോ ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ല അതിനെ അനുമോദിക്കുന്നത്. കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ, 57-ലെ ഗവൺമെന്റ് മുതൽ ഇതുവരെയുള്ള ഗവൺമെന്റുകൾ കേരളത്തിന്റെ വാട്ടർ ഇതുവരെ ടെസ്റ്റ് ചെയ്യാൻ BJP കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അധികാരം കിട്ടാഞ്ഞത് കൊണ്ടല്ലേ എന്ന് പറയുമായിരിക്കും. പക്ഷേ ഇവിടെ അധികാരം കിട്ടി, ഇവിടുത്തെ ജനങ്ങൾക്കൊരു സംസ്കാരമുണ്ട്. ഇവിടെ എന്തുകൊണ്ട് 54% ഹിന്ദുക്കളുള്ളപ്പോ നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടത്തിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, ആ എഞ്ചിനീയറിംഗ് എന്താ ഇവിടെ വിലപ്പോകാഞ്ഞത്? അതുകൊണ്ടല്ലേ ഇപ്പം പുതിയൊരു എഞ്ചിനീയറിംഗ് ക്രിസ്ത്യാനികളെ പിടിക്കുക, മുസ്ലിങ്ങളെ കൂടെ മാറ്റി നിർത്തുക ഉള്ള തന്ത്രം കൊണ്ടുവരുന്നത്? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നിവേദിത ആ ഒരു പുതിയ എഞ്ചിനീയറിംഗ് അല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നത്? അതല്ലേ നിങ്ങൾ അറിയാതെ വിളിച്ചു പോയതാ? ഒരു മിനിറ്റ് പറഞ്ഞോളൂ നിവേദിത. അല്ല, എന്നെ വിളിച്ചതാണോ? എങ്കിലും എനിക്ക് ഉത്തരം പറയാനുണ്ട്. പറഞ്ഞോ. അല്ല, ഇത് നിലപാടുകൾ പറയുമ്പോ അത് ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ എന്ന് നോക്കിയിട്ടല്ല. നിലപാടുകൾ കൃത്യമായിട്ട് പറയും. അത് ക്രിസ്ത്യനെ വോട്ട് കിട്ടാനാണോ അല്ലെങ്കിൽ മുസ്ലിമിന്റെ വോട്ട് കിട്ടാനാണോ ഹിന്ദുവിന്റെ വോട്ട് കിട്ടാനാണോ എന്നുള്ളതല്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുവാൻ BJP എല്ലാ കാലവും ശ്രമിച്ചിട്ടുണ്ട്, ശ്രമിക്കും. എന്ത് കാര്യമാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? നിങ്ങൾക്കൊരു ശബരിമല അയ്യപ്പന്റെ വിഷയമുണ്ട്. അത് കാര്യത്തില് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറെ വോട്ട് കിട്ടിയിരുന്നു. അത് വീണ്ടും ഒന്ന് തെരഞ്ഞെടുപ്പ് വിഷയമാക്കി കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ കളിയാ കളിക്കുന്നത്? അതാണോ വിഷയം? അതാണ് നേരത്തെ ജേക്കബ് ജോർജ് ചോദിച്ചത്. ഈ നാട്ടിലെ പരസ്യമായിട്ട് BJP-ക്കെതിരെ ഈ നാട്ടിലെ വിഷയങ്ങൾ എന്താണ്? സാധാരണഗതിയിൽ 1957 മുതലുള്ള സർക്കാരുകൾ, അത് ഒരു LDF സർക്കാരിന്റെയോ അല്ലെങ്കിൽ വന്ന കമ്മ്യൂണിസ്റ്റ് LDF സർക്കാരുകളുടെയോ മാത്രം നേട്ടമായിട്ടല്ല ജേക്കബ് ജോർജ് വിലയിരുത്തുന്നത്. ഈ കേരളത്തിലെ ഒരു മുന്നണി രാഷ്ട്രീയത്തില് ഈ കേരളത്തിലെ ഭരണം കൈയാളേണ്ട പാർട്ടിയായി നമ്മളെ കേരള ജനത അംഗീകരിക്കണമെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിക്കണം എന്നാണ് ജേക്കബ് ജോർജ് പറയുന്നത്. അല്ല, അത് നമ്മൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഞങ്ങളല്ലേ വികസന കാഴ്ചപ്പാട്, നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാട് ഞങ്ങൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അത് എത്രത്തോളം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്കും ജനങ്ങൾക്കും ബോധ്യമാണല്ലോ. ഇന്ന് എത്രത്തോളം വികസന പ്രവർത്തനങ്ങളാണ് കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളിലൂടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയല്ലേ ഞങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. BJP-യുടെ ഒരു വിഷ്വൽ മീഡിയ പരസ്യം കണ്ടു. അതായത് ഡിജിറ്റൽ ക്ലാസ് റൂം, നരേന്ദ്രമോദിയുടെ പണം കൊണ്ടാണ് ഡിജിറ്റൽ ക്ലാസ് റൂം ഉണ്ടാക്കിയിരിക്കുന്നത്. BJP ഭരിക്കുന്ന നാടുകളിൽ സ്കൂളുണ്ടോ? ഡിജിറ്റൽ ക്ലാസ് റൂം പോട്ടെ, സ്കൂൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടല്ലേ ഡിജിറ്റൽ ക്ലാസ് റൂം ഉണ്ടാക്കിയുള്ളൂ. നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന
സ്ഥലങ്ങളിൽ സ്കൂളുകളില്ല എന്ന് താങ്കളാണ് പറയുന്നത്. അതെ, ഈ ഏറ്റവും അധികം ഹൈടെക് സ്കൂളുകൾക്ക് വകയിരുത്തിയിരിക്കുന്ന എത്രത്തോളം തുകയുണ്ട് പ്രിയപ്പെട്ട നികേഷ്? നിങ്ങൾ എന്താണത് പറയുന്നത്? ഒന്നാമത് കേരളം എന്നുള്ളത് ഇന്ന് ഈ 64 കൊല്ലം ഇവര് UDF-ഉം LDF-ഉം ഭരിച്ചത് കൊണ്ട് മാത്രമാണോ കേരളത്തിൽ സ്കൂളുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും ഒക്കെ LDF-ഉം ഭരിച്ചത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ UDF-ഉം LDF-ഉം ഭരിച്ചത് കൊണ്ട് ഇവിടെ സ്കൂളുണ്ട് എന്ന കാര്യം അറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്കൂളുണ്ട്, അതിനുള്ളിൽ പാമ്പുകൾക്ക് താവളവും ഉണ്ട്. അല്ല, അതിന്റെ ഉള്ളിൽ പാമ്പുകൾക്ക് മാളങ്ങളും ഉണ്ട്. കോടികളല്ലേ വികസനത്തിനായിട്ട് കൊടുത്തിട്ടുള്ളത്, വിദ്യാലയങ്ങളുടെ വികസനത്തിനായിട്ട്. ഏകലവ്യ സ്കൂളുകൾ അടക്കം സഹായം കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ സഹായം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്താ നിങ്ങളുടെ തറവാട്ട് സ്വത്താണോ? ഞങ്ങളുടെ രാജ്യത്തിലെ നികുതി വിഭജിച്ച് നൽകുകയാണ്. ഓരോ ഫെഡറൽ സംവിധാനത്തിൽ ഞങ്ങള് സംസ്ഥാനം പിരിക്കേണ്ട നികുതി എത്ര, കേന്ദ്രം പിരിക്കേണ്ട, ഇത് രണ്ടും നമ്മുടെ പാർട്ടാണ്, നമ്മുടെ ഒരേ ഭാഗമാണ്. അപ്പൊ നിങ്ങളെന്തോ ഔദാര്യം തരുന്നത് ഞങ്ങളിവിടെ സ്കൂൾ കെട്ടാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ പറയല്ലേ ദയവായി. പറഞ്ഞല്ലേ വോട്ട് ചോദിക്കുന്നത്. ശരി, അല്ല എന്റെ ചോദ്യം നോക്കൂ, ഒരു മിനിറ്റ്. നമ്മൾ ആ വിഷയത്തിൽ നിന്ന് അധികം ജേക്കബ് ജോർജ്, എന്റെ ചോദ്യം, കഴിഞ്ഞ വെള്ളിയാഴ്ച മുസ്ലിം പള്ളികളിൽ നിന്ന് എന്തോ വരും എന്ന് കേട്ടു, ഇന്നലെ പാതിരാ കുർബാനയിൽ എന്തോ വരുമെന്ന് കേട്ടു, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ആ മേഖലയിൽ ഒരു സൈലൻസ് ആണുള്ളത്, ഒരു മൗനമാണുള്ളത്. എന്തേ അത്? അപ്പൊ എന്താ അവർ നിശ്ചയിച്ചിരിക്കുന്നത്? അല്ല, അത് പറയാൻ പറ്റത്തില്ല. അത് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുകയുള്ളൂ. ന്യൂനപക്ഷത്തോട് അങ്ങനെ വിശേഷിച്ചൊന്നും പറയേണ്ടതില്ല. ന്യൂനപക്ഷം എപ്പോഴും ന്യൂനപക്ഷം തന്നെയാണ് കേരളത്തിലും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അവരുടേതായ ശബ്ദവും അവർക്ക് കാണാനുള്ള കഴിവുണ്ട്, അത് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്, വിദ്യാഭ്യാസവുമുണ്ട്, അവർക്ക് അവരുടേതായ കരുത്തുണ്ട്. എംപവേർഡ് ആണ് അവർ, ആ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് രണ്ട് കമ്മ്യൂണിറ്റികളും, അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഇനി ഒരു പള്ളികളിൽ നിന്ന് മദ്ബാഹകളിൽ നിന്നും ഒരു തിരുവചനമൊന്നും വരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് രാഷ്ട്രീയം ലാറ്റിൻ മേഖലകളില്, മുസ്ലിം കേന്ദ്രങ്ങളില്, ക്രിസ്ത്യൻ മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള പള്ളികളിൽ നിന്ന് ഇതൊക്കെ നിർദ്ദേശം വരേണ്ട രാത്രി ഇന്നാണ്, അല്ലെങ്കിൽ പരമാവധി നാളെ പകലാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല, കേരളത്തിലെ ആവശ്യമില്ല. പക്ഷെ ഈ പറയുന്നത് പോലെ നമ്മൾ ആദ്യം എടുത്ത വിഷയം മുല്ലപ്പള്ളി മുന്നോട്ട് കാണിച്ചതുപോലെ ഈ നേമം, മഞ്ചേശ്വരം, ഇവിടെ ഒരു ജയിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ, BJP സ്ഥാനാർത്ഥികൾ, അവർ നിയമസഭയിലോട്ട് വന്നാൽ ഉണ്ടാകുന്ന ആദ്യമായിരിക്കണം നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ച മാതിരി മുല്ലപ്പള്ളിക്കുള്ളത്. അപ്പോൾ മുല്ലപ്പള്ളി വിചാരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ 2 സ്ഥാനാർത്ഥികളും പ്രതിപക്ഷത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭരണം പ്രശ്നത്തിലാവുമോ, അവര് നിയമസഭയ്ക്കകത്തും പുറത്തും വേറിട്ടൊരു ശബ്ദം ഉണ്ടാക്കുമോ, കൺവെൻഷണൽ രീതിയിലുള്ള പ്രതിപക്ഷത്തെക്കാൾ രാജ്യപാൽ വളരെ മാന്യതയുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് നിയമസഭയ്ക്ക് അകത്തും പുറത്തും. അതിൻ്റെ അപ്പുറത്തേക്ക് ശക്തരായ 2 രാഷ്ട്രീയ നേതാക്കന്മാർ കടന്നു വരുമ്പോൾ വിഷയം വേറെയാകുമോ എന്നുള്ളൊരു ആദ്യമായിരിക്കണം മുല്ലപ്പള്ളിയുടെ ആ പ്രസ്താവനയ്ക്ക് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്യാംപ്രകാശ് മാസ്റ്റർ, ന്യൂനപക്ഷത്തിന്റെ വോട്ട് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ ഈ പറയുന്ന പോലെ വലിയ ആഹ്വാനങ്ങളൊന്നും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടില്ല. പക്ഷേ BJPയെ ശവപ്പെട്ടിയിലാക്കുന്ന രീതിയിൽ കൃത്യമായ ആസൂത്രണം, ഒരു സോഷ്യൽ ഡിസൈനിങ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ കണ്ടിരുന്നു. അങ്ങനെ ഒരു പരീക്ഷണം ഇത്തവണ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതായത് ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കാത്ത വിധത്തിൽ UDF-നെയോ LDF-നെയോ ജയിപ്പിക്കുന്ന രീതിയിൽ പൂർണ്ണമായും വോട്ടുകൾ ധ്രുവീകരിക്കുക എന്ന തന്ത്രം ന്യൂനപക്ഷത്തിന്, അതോ ന്യൂനപക്ഷത്തിന് അങ്ങനെ BJP ജയിച്ചാൽ നേരത്തെ അഡ്വക്കേറ്റ് നിവേദിത ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താ പ്രശ്നമെന്ന തോന്നലാണോ? ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് 2ാം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അരക്ഷിതാവസ്ഥ വളരെ വ്യക്തമാണ്. ഇവിടെ ഇപ്പൊ നിവേദിത പറഞ്ഞല്ലോ, ഞങ്ങള് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 15 വർഷക്കാലത്തെ ചരിത്രത്തിൽ ഏറ്റവും ഏറെ വർഗീയ ലഹളകൾ നടന്ന ഒരു കാലം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ 6 വർഷക്കാലമാണ്. നിങ്ങൾ കാണാൻ പഠിക്കണം, ഇന്ത്യ രാജ്യത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം, അതാണ് ജമ്മു കാശ്മീർ. ഇന്ന് ആ സംസ്ഥാനം ഒരു സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ്. ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് ജനനം കൊണ്ട് ലഭ്യമാകുന്ന ഒന്നായിരുന്നുവെങ്കിൽ മതത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൗരത്വ നിയമം കൊണ്ടുവന്നിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് അതിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു.
രാജ്യത്തിനകത്താകെ തന്നെ ഗോവധ നിരോധന നിയമം നടപ്പാക്കുക മാത്രമല്ല ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞ് വ്യാപകമായി ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. തലാഖ് നിരോധന നിയമം ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഒരു കാരണവശാലും അവർക്ക് ഈ പറയുന്ന പോലെ ഡൈവേഴ്സ് പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നിയമം വന്നിരിക്കുന്നു. ആ നിലയിൽ വളരെ വ്യക്തമായ നിലക്ക് ന്യൂനപക്ഷങ്ങളെ അവർക്ക് വലിയ ഭീതി ഉണ്ടാക്കത്തക്ക നിലക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് അവർക്കെല്ലാം നല്ലതുപോലെ ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ ആ നിലക്ക് ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രകടമാണ്. ഇനി ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആര് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ചോദ്യം. നിങ്ങൾ കാണാൻ പറ്റി ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 MP-മാർ UDF-ന്റെ ഭാഗമായിട്ട് ചെന്നു. ഞങ്ങളുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഒരേ ഒരു MP ആണ്. ഞാൻ ചോദിക്കട്ടെ, ന്യൂനപക്ഷ വിരുദ്ധമായ നിരവധി നിയമങ്ങൾ പാർലമെന്റിൽ വന്നപ്പോ ഈ ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ MP-മാർ UDF MP-മാര് അവർക്ക് ഒരു അക്ഷര വിചാരണ ഉണ്ടായിരുന്നില്ല. അവർ ഒന്നുകിൽ അവിടെ ആബ്സെന്റ് ആയിരുന്നു അല്ലെങ്കിൽ സംസാരിച്ചിട്ടില്ല. സംസാരിക്കാനുണ്ടായത് CPM-ന്റെ MP-മാർ മാത്രമാണ്. അപ്പോ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് വളരെ ഗൗരവമായി പരിഗണിക്കുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന ഒരു പൊതു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം സ്വീകരിക്കുന്നു എന്നുള്ളത് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ തങ്ങളെ രക്ഷിക്കാൻ ലീഗിനോ കോൺഗ്രസിനോ ആവില്ല എന്നുള്ളത് അനുഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. കന്യാസ്ത്രീകൾക്കെതിരെ ABVP-ക്കാർ ആക്രമണം നടത്തുമ്പോൾ അത് ഒറ്റപ്പെട്ടൊരു കാര്യമല്ല. കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് RSS-കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തുടർച്ചയാണ്. അപ്പോൾ മതന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുകയും അതുപോലെ തന്നെ ഈ ഹിന്ദു വിഭാഗത്തെ പരമാവധി ഹിന്ദുവായിട്ട് കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി ശബരിമല പോലെയുള്ള വിഷയങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ അവർക്ക് ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റാ കേരളം. അത് എന്തുകൊണ്ടാണ് BJP-യുടെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം കാണിക്കുന്ന അടവ് ഇവിടെ നടക്കാതെ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ ജനങ്ങൾ കേവലമായിട്ട് വിദ്യാസമ്പന്നർ മാത്രമല്ല, അവർ പ്രബുദ്ധരാണ്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ് കേരളമെന്നും ഏറ്റവും വലിയ വർഗീയ വൈരം രാജ്യത്താകെ അരങ്ങേറിയപ്പോ അതിനെല്ലാം ചെറുത്തു നിന്ന ഒരു മണ്ണാണ് കേരളമെന്നും നല്ലതുപോലെ അറിയുന്നവരാണ് കേരളീയരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് മതനിരപേക്ഷതയെ മാനിക്കുന്ന അത് സംരക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്ന കേരളത്തിലെ മതനിരപക്ഷ ബോധമുള്ള ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അല്ലാതെ മറ്റാരെയും പിന്തുണയ്ക്കാനാവില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ്. ആ നിലയിൽ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് താങ്കളുടെ പ്രതീക്ഷ. ദയവായി തുടരുക. അഡ്വക്കേറ്റ് നിവേദിത പ്രകാശ് മാഷ് പറയുന്നത് മതനിരപേക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ LDF-ന്റെ അടുത്തേക്കേ വരുള്ളൂ. 19 ലോക്സഭാംഗങ്ങളെ ജയിപ്പിച്ച് വിട്ട് മതന്യൂനപക്ഷങ്ങൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു, പറ്റിയ അബദ്ധം എന്നുള്ളതാണ്. നിങ്ങളെന്താ വിചാരിക്കുന്നത്? മതന്യൂനപക്ഷങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുമെന്നാണോ അതോ മതന്യൂനപക്ഷങ്ങൾ ഫ്രീ ആയി വോട്ട് ചെയ്യുമെന്നാണോ? അതായത് BJP അടക്കമുള്ള കക്ഷികൾക്ക് ഫ്രീ ആയി വോട്ട് ചെയ്യുമെന്നാണോ? അല്ല, ഇതിൽ തന്നെ ഈ മതേതരത്വം പറയുന്ന ഈ സാഹചര്യത്തില് ഇവിടെ ചർച്ച ചെയ്യുന്നത് പള്ളിയിൽ നിന്ന് ആഹ്വാനം വന്നോ എന്നാണ്. വോട്ട് ജനാധിപത്യ രീതിയിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ, ഒരു നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ പള്ളിയിൽ നിന്ന് ആഹ്വാനം വന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ നേരത്തെ പറഞ്ഞു ജമ്മു കാശ്മീരിന്റെ വിഷയം. ഞാൻ ചോദിച്ചോക്കട്ടെ, ആർട്ടിക്കിൾ 370 എന്നുള്ളത് മാറ്റിയത് കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിം വിഭാഗത്തിന് എന്താണ് സംഭവിച്ചത്? ഒരു അഖണ്ഡ ഭാരതം, 2 പതാകയും 2 തരത്തിലുള്ള ഭരണവും ഇല്ലാതെ അഖണ്ഡ ഭാരതമായിട്ട് അതോ ഒറ്റയ്ക്കായിട്ട് എല്ലാ ഭാഗങ്ങളും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചതും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിദ്വേഷം ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ലേ? അതവിടെ നിൽക്കട്ടെ. അത് ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഒരു തരത്തിലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ എല്ലാം ഭാരതത്തിലെ ഒരു ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കാനുള്ളതല്ല. അത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കായിട്ടുള്ള കാര്യമാണ്. അത് അതുപോലെ തന്നെ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞതാണ്, അത് നടപ്പിലാക്കി. ഇനി CAA വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, സാധാരണക്കാരായ കുറെ ആളുകളെ നിങ്ങളെയൊക്കെ ഇവിടുന്ന് ആട്ടിപ്പായിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്താണത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പോലും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാത്തവർ, ഇതും ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. അത് നടപ്പിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. മറ്റൊന്ന്, ഇദ്ദേഹം മുത്തലാഖിനെ കുറിച്ച് പറഞ്ഞു. മുത്തലാഖ് ഡിവോഴ്സിനെ അല്ല ഇല്ലാതാക്കിയിരിക്കുന്നത്. 3 പ്രാവശ്യം മുത്തലാഖ് ചൊല്ലിയിട്ട് എത്ര സ്ത്രീകളാണ് അതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. ആ സ്ത്രീകളുടെ ആവശ്യപ്രകാരമാണ് അത്തരത്തിൽ ഒരു നിയമ നടപടികൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്. എന്താണ് ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധത പറയണത്? ഒരു കാര്യവുമില്ലാതെ 3 പ്രാവശ്യം
തലാക്ക് ചൊല്ലി പിരിയാനുള്ളതാണോ വിവാഹ ബന്ധം? അത് അവർ തന്നെ സമ്മതിക്കുന്നില്ല. അത്തരം സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ പോലും അത് സമ്മതിക്കുന്നില്ല. എത്ര സ്ത്രീകളാണ് ഇതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഇത്തരത്തിൽ ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് 3 പ്രാവശ്യം തലാക്ക് ചൊല്ലി ഒഴിവാക്കുക, എന്നിട്ട് പിന്നെ കോടതിയിൽ കയറി ഇറങ്ങുക എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാൻ. അതൊരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവർ തന്നെ, മൈനോറിറ്റീസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭരണാധിപന്മാർക്ക് ചുമതലയുണ്ട്. ആ ചുമതല കൃത്യമായിട്ട് നിർവഹിക്കാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്തുകൊണ്ടു പോകുന്നു. ശരി, അതിലൊക്കെ എന്താണ് ഈ പറയാനുള്ളത്? പിന്നെ നിവേദിത പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മതനിരപേക്ഷമായ വോട്ടിന് പള്ളികളിൽ നിന്നാണോ ആഹ്വാനം വേണ്ടത് എന്നുള്ളത്. 2, 397 എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ ബാധിക്കുക എന്നുള്ളത്. 3, സിറ്റിസൺസ് അമെൻമെന്റ് ആക്ട് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പൗരത്വ രജിസ്റ്റർ എന്നുള്ളത് രാജ്യത്തിൻ്റെ ആവശ്യം എന്നുള്ളത് RSSന്റെ നയമാണ്, അത് ഞങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതാണ്. മുത്തലാഖിന് പ്രധാനമന്ത്രി തന്നെ മുസ്ലിം ലീഗിനോട് ചോദിച്ചത് നിങ്ങളതിനെതിരാണോ എന്നാണ്. ഇതിനൊക്കെ മറുപടി ഉണ്ടോ? ഇല്ല, ഒരു മറുപടി കോന്നിയിലെ പ്രധാനമന്ത്രിയുടെ ശരണവിളി തന്നെ ഒരു മറുപടിയല്ലേ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ വാതുക്കം നിൽക്കുമ്പോൾ അവിടെ വന്നിട്ട് പ്രസംഗത്തിന്റെ കൂട്ടത്തില് സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കുന്നു. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന കറുത്ത ഉടുപ്പിട്ടും കൊണ്ടാണ് ത്രൂ ഔട്ട് ആ പ്രചാരണം മുഴുക്കിയെ നടത്തിയത് അദ്ദേഹമാണ്. അയ്യപ്പനായിട്ടാണ് പോയത്. അങ്ങനെയൊക്കെയാണോ ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കേണ്ടത്? മതനിരപേക്ഷത. ബഹുമാനപ്പെട്ട നിവേദിത വക്കീൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിന്റെ മധുരമായ ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിന് അടിസ്ഥാനം ഈ മതനിരപേക്ഷതയാണ്. ഈ മതനിരപേക്ഷത ഇവിടെ കൊണ്ടുവന്നതിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക്, ഹിന്ദു സമുദായത്തിന് വലിയ 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 പങ്കുണ്ട് കേരള ചരിത്രത്തിൽ. അവരാണ് ഇത് കൊണ്ടുവന്നത്. CK ശിവൻ ഒക്കെ അറിയാമല്ലോ, R ശങ്കർ, കുറച്ചൊക്കെ അതുപോലെയുള്ള വലിയ വലിയ മന്നത്ത് പത്മനാഭൻ, അവരെ പോലുള്ള വലിയ വലിയ മഹാന്മാരായ നേതാക്കന്മാർ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ BJPക്ക് ഇത്രേ കടന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതിന് കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമല്ല, ഇവിടുത്തെ ഹിന്ദുക്കളാണ്. ബഹുമാനപ്പെട്ട നിവേദിത വക്കീലെ, അത് ഓർക്കണം. അതാണ് ഓർക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ BJP ഇവിടുത്തെ തിയറി, ഇവിടുത്തെ എഞ്ചിനീയറിംഗ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമാണോ? അത് ഹിന്ദുക്കളെ ഉദ്ദേശിച്ചാണ്, ഹിന്ദുക്കളെ മാത്രം ഉദ്ദേശിച്ചാണ്. അതെങ്ങനെയാണ് ആവുന്നത്? സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല എന്ന് എനിക്ക് ശബരിമല വിവാദം കൊണ്ടുവന്നത് തന്നെ ഒരു ശബരിമല വോട്ട് ഉദ്ദേശിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ RSSന്റെ പ്രഖ്യാപിത നിലപാട് സഞ്ജയിനെ പറ്റി ജന്മഭൂമിയിലുള്ള ലേഖനങ്ങൾ എന്താ? ഹിന്ദു തീവ്രവാദമുള്ള, ഹിന്ദു വർഗീയവാദമുള്ള പാർട്ടിയാണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ആ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. BJP തന്നെ അവകാശപ്പെട്ടതാണ് ഞങ്ങളൊരു പ്രോ ഹിന്ദു പാർട്ടിയാണ് എന്ന്. ആയിക്കോട്ടെ, പക്ഷെ അതിന് വളരാനുള്ള മണ്ണല്ല കേരളത്തിലേത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് നിവേദിത, അതിന് വളരാനുള്ള മണ്ണല്ല കേരളത്തിലേത് എന്നുള്ളത്. ആ വർഗീയത നിങ്ങൾ ഈ നാട്ടിൽ നട്ടാലും മുളയ്ക്കില്ല എന്ന് പറയുന്നു. വാശിയോടുകൂടി നമുക്ക് ഞാനൊരു വാസ്തവം പറയുമ്പോ എന്തിനാ ഇങ്ങനെ പറയുന്നത് നികേഷ്? ഞാൻ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഉത്തരാണ് പറഞ്ഞത്. സ്വാമിയെ ശരണമയ്യപ്പന്ന് പത്തനംതിട്ട എന്ന് പറയുന്ന അയ്യന്റെ സന്നിധി ഇരിക്കുന്ന സ്ഥലത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് ഹിന്ദു മാത്രമാണോ? എന്തിനാ വെറുതെ അതിനെ ഹൈന്ദവ ചിന്തയിൽ കാണുന്നത്? എനിക്കറിയുന്നില്ല. ശരി, എന്തായാലും പ്രകാശ് മാഷ് ഇത്രയും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് BJPയെ തോൽപ്പിക്കാനാണെങ്കിൽ കൂടി ഒരു മിനിറ്റ് ശ്രീമതി നിവേദിത, BJPയെ തോൽപ്പിക്കാനാണെങ്കിൽ കൂടി UDFുമായി കേരളത്തില് ഒരു നീക്കുപോക്കിനും LDF തയ്യാറല്ല. ഒരു ഒറ്റ വാചക ഒരു ക്ലാരിഫിക്കേഷൻ. ഈ മുത്തലാഖ് സംബന്ധിച്ചിടത്തോളം 3 തവണ തലാഖ് ചൊല്ലി ഒഴിവാക്കുന്ന വിഷയമല്ല. ഇവിടെ മറ്റെല്ലാ മതവിഭാഗത്തെ സംബന്ധിച്ചും ഈ ഡൈവേഴ്സ് എന്ന് പറയുന്നത് അതൊരു സിവിൽ കാര്യമാണ്.
ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഡൈവേഴ്സ് ഒരു ക്രിമിനൽ കാര്യമാക്കി വന്നിരിക്കുന്നു. അതാ വന്നിരിക്കുന്ന മാറ്റം. 3 തവണ തലാഖ് ചൊല്ലിയിട്ട് ഒഴിവാക്കണമോ അതിനെ ന്യായീകരിക്കണം എന്നതല്ല വിഷയം. മറ്റേ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഒരു കാരണവശാലും എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ആയാലും BJP-യുമായിട്ട് ഒരു സഖ്യത്തിന് ഇടതുപക്ഷം തയ്യാറല്ല. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് മത്സരം. ഞങ്ങൾ UDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന ശക്തികളാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കുന്നതിൽ മറ്റാരുമായി കോംപ്രമൈസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾ തന്നെ അതിന് പൂർണ്ണമായിട്ട് യോഗ്യരാണ്. അത് ഞങ്ങൾക്ക് പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട്. അതിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും നിലവിലില്ല. ഈ പിണറായി വിജയൻ ഭയന്ന ബോംബ് ഇല്ല എന്നുള്ള ആശ്വാസത്തിലാണോ പ്രകാശ് മാഷ് ഇരിക്കുന്നത്, അതോ നാളെ കൂടെ കാത്തിരിക്കുവോ? ഒരു ബോംബും ഉണ്ടാവാനിടയില്ല. കാരണം മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം സുതാര്യമാണ്. ഒരു തുറന്ന പുസ്തകം പോലെ ജനങ്ങൾക്കെല്ലാം തന്നെ കാണാവുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യത്തിനും ഞങ്ങളെ ഭയപ്പെടുത്താനാവരുത് പറയുന്നത് കൊണ്ടാണ്. ഭയപ്പെടുത്താൻ ഒന്നും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഭയപ്പെടാൻ എന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞങ്ങള് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. തികച്ചും ശരിക്ക് വേണ്ടി വാദിക്കുന്നവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. മടിയിൽ കനമില്ലാത്തവര് വഴിയിൽ ഭയക്കേണ്ടതില്ല എന്ന് കൃത്യമായ തിരിച്ചറിവ് ഞങ്ങളെ സംബന്ധിച്ച്. ജേക്കബ് ജോർജ്, VV രമേശൻ, എഡിറ്റേഴ്സ് സംസാരിച്ചതിന് നന്ദി. നമസ്കാരം.